റിപ്പബ്ലിക് ദിനത്തിൽ വിവാദ നടപടിയുമായി കേന്ദ്ര സർക്കാർ. സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഒഴിവാക്കിയുള്ള ഭരണഘടനാ ആമുഖം പങ്കുവച്ചിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയുടെ യഥാർത്ഥ ഭരണഘടനാ ആമുഖം എന്ന് പറഞ്ഞാണ് കേന്ദ്ര സർക്കാരിന്റെ മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ജിൽബി തോമസൺ ചേരുകയാണ്. ജിൽബി, ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന വാക്കുകൾ ഒഴിവാക്കി ഒരു ഭരണഘടന പോസ്റ്റ് ചെയ്യുന്നു കേന്ദ്രം. എന്താണ് ഈ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്ന രണ്ട് വാക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന സെക്കുലറിസം, മതേതരത്വവും സോഷ്യലിസവും എന്നീ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പേജിൽ, ഔദ്യോഗിക പേജിൽ ഈ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, റിപ്പബ്ലിക് ദിനത്തിൽ ഇങ്ങനെയൊരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ മതേതരത്വം എന്ന വാക്ക്, സോഷ്യലിസം എന്ന വാക്ക് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ യഥാർത്ഥ നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം എന്നുകൂടി ഇതിനെ കരുതിയാൽ തെറ്റില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നിരീക്ഷണങ്ങൾ വരികയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനാധിപത്യ ഇന്ത്യയുടെ നട്ടെല്ലായി നിലനിൽക്കുന്ന രണ്ട് വാക്കുകൾ, സോഷ്യലിസവും മതേതരത്വവും, ഈ രണ്ട് വാക്കുകൾ ഒഴിവാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം എന്ന നിലയിൽ കേന്ദ്രം ഈ ആമുഖത്തിൽ ഭരണഘടനയുടെ പേജ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, റിപ്പബ്ലിക് ദിനത്തിലുള്ള ഈ നടപടി അത് കേന്ദ്രത്തിന്റെ യഥാർത്ഥ നയങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടൽ എന്ന് തന്നെ വായിച്ചെടുക്കേണ്ടതില്ലേ? തീർച്ചയായും മസൂദ്, അത് തന്നെയാണ്. കാരണം ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആമുഖം, അതായത് കേന്ദ്ര സർക്കാരിന്റെ മൈ ഗവൺമെന്റ് എന്ന പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് ഈ ഒരു ഭരണഘടനയുടെ ആമുഖം ഇന്നിപ്പോൾ ഈ പങ്കുവച്ചത്. ഈ പങ്കുവയ്ക്കുമ്പോഴാണ് അതിൽ നിന്നും ഈ രണ്ട് വാക്കുകൾ, അതായത് സോഷ്യലിസം, സെക്കുലർ എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതായത് ഇതിൽ പരമാധികാരം, ജനാധിപത്യം എന്നുള്ള വാക്കുകൾ മാത്രമാണ് ഇതിനകത്ത് ഉള്ളൂ. ബാക്കിയുള്ള രണ്ട് വാക്കുകൾ ഇത്തരത്തിൽ ഈ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഈ രണ്ട് വാക്കുകൾ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മൈ ഗവൺമെന്റ് എന്ന ഈ പ്ലാറ്റ്ഫോം. അത് ഈ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാൻ വേണ്ടി അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതും. ഈ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ ഭരണഘടനയുടെ ഈ ആമുഖം അവർ പങ്കുവച്ചത്. ഈ ആമുഖം പങ്കുവയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള ഈ രണ്ട് വാക്കുകൾ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഈ രണ്ട് വാക്കുകൾ ഇപ്പോൾ അടർത്തി മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ള പരമാധികാരം, ജനാധിപത്യ, ഡെമോക്രസിയും സോവറിനിറ്റി മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി ഉള്ള രണ്ട് വാക്കുകൾ അതിൽ നിന്നും അടർത്തി മാറ്റിയിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഇപ്പോൾ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ RSS നേതൃത്വമുള്ള BJPയെ സംബന്ധിച്ച് ഈ സോഷ്യലിസം അല്ലെങ്കിൽ സെക്കുലർ എന്ന് പറയുന്നത് അവരുടെ ഒരു ഭരണത്തിലുള്ള അല്ലെങ്കിൽ മതേതരത്തിൽ മുറിവേൽപ്പിക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോൾ ഈ വളരെ കുറെ കാലങ്ങളായി ഈ BJP ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി ഭാരതം മാറ്റുന്നു. സെക്കുലർ എന്ന പദം പോലും BJPയെ സംബന്ധിച്ച് അത് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതരാഷ്ട്രം എന്ന രീതിയിലേക്ക് BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത് ഈ നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ പോലും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ റിപ്പബ്ലിക് ഭരണഘടന ഉണ്ടാക്കിയ ദിനത്തിൽ തന്നെ ഭരണഘടന ആമുഖത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മതേതര ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളായ സോഷ്യൽ എന്ന വാക്കുകൾ മുറിച്ചു മാറ്റുന്നു BJP സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതും. അതോടൊപ്പം തന്നെ ഈ ഭരണഘടനാ ആമുഖത്തിൽ കേന്ദ്ര സർക്കാർ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നെല്ലാം തന്നെയും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കിയത്, സൈനിക ആക്രമണം നടത്തിയത്, ജമ്മു കാശ്മീരിൽ ഭീകരവാദം കുറഞ്ഞെന്നുള്ള പുതിയ അവകാശവാദം തന്നെയും ഇത്തരത്തിൽ ഈ ഒരു ഭരണഘടനാ ആമുഖത്തിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുമുണ്ട്. മറ്റൊന്ന് ഏറ്റവും രസകരമായ സംഭവം, 34 ലക്ഷം കോടി രൂപ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിച്ചു എന്നും ഈ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി ഇത്തരം എല്ലാ നിലയും പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ ഭരണഘടനാ ആമുഖം ഇത്തരത്തിൽ പങ്കുവെക്കുമ്പോൾ അതിലാണ് നിലവിലുള്ള
ഈ ഡെമോക്രാറ്റിക് അവരുടെ റിപ്പബ്ലിക് മാത്രം ഒതുക്കിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷിക ദിനം തന്നെ ഇത്തരത്തിൽ ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം തന്നെ ഇത്തരത്തിൽ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അസിത. ശരി, സോഷ്യലിസവും സെക്കുലറിസവും ഒഴിവാക്കി ഭരണഘടനയുടെ ആമുഖം മോദി ഗവൺമെന്റ് പങ്കുവെക്കുന്നത് ആദ്യമല്ല. ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിലും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.